നിങ്ങൾ മനസ്സിൽ വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പറിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരിക്കും ഇൻകം ടാക്സ്. ഒരു ദയാദാക്ഷിണ്യം സാധാരണ അവർ കാണിക്കാറില്ല, ഈസി പേപ്പർ ഉണ്ടാവാറില്ല. നമ്മുടെ എംകോമിൻ്റെ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടാക്സ് ടഫസ്റ്റ് പേപ്പറിന് ഉണ്ടാറ്. നമ്മൾ എഫേർട്ട് എടുക്കുക, നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4th സെമസ്റ്റർ എക്സാംസ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്പർ 1 ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്പർ 2 ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 4th സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇൻകം ടാക്സ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏരിയാസ്, essay ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് മാത്രം വരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം, ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എൻറ്റയർ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ സബ്ജക്റ്റ് ഇൻകം ടാക്സ് ആണ്. നമുക്ക് 3rd സെമസ്റ്ററിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് 4th പഠിക്കാനുള്ളത്. നമ്മൾ 3rd സെമസ്റ്ററിൽ ഡിറക്റ്റ് ടാക്സിൻ്റെ ബേസിക്സ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു. അതിനുശേഷം അസസ്മെൻ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലും അസസ്മെൻറ്റ് ഓഫ് HUF ആണ് നമ്മൾ 3rd അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് 4th പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫോമാറ്റ് നിങ്ങൾ ഓൾറെഡി 3rd പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ല, ഇൻഡിവിജ്വലിൻ്റെ കേസിലും അതുപോലെ തന്നെ HUFൻ്റെ കേസിലും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. നിങ്ങൾ സിലബസ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ മൊഡ്യൂളായിട്ട് നമുക്ക് വരുന്നത് അസസ്മെൻറ്റ് ഓഫ് ഫേം ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ അസസ്മെൻറ്റ് ഓഫ് AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. മൂന്നാമത് അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നാലാമത് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്. അഞ്ചാമത് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഇങ്ങനെ 4th വരുന്നത് 3rd കണ്ടിന്യൂവേഷൻ. മറ്റ് പേഴ്സണിൽ നമുക്ക് ഇൻഡിവിജ്വൽ, HUF, അതുപോലെ തന്നെ ഫേം, AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, കമ്പനി, ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെയും HUFൻ്റെയും മാത്രമാണ് നമ്മൾ 3rd പഠിച്ചിട്ടുണ്ടായിരുന്നത് ടാക്സ് ലൈബിലിറ്റി കാണാൻ. അതിൻ്റെ ബാലൻസ് പേഴ്സൺസ് ആണ് നമുക്ക് 4th പഠിക്കാനുള്ളത്. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 6 കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻസ്, ഈ പേഴ്സൺസിൻ്റെ ഒക്കെ. പിന്നെ ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. ഇങ്ങനെ 5 മൊഡ്യൂളിനെ ഒരു 7 ചാപ്റ്ററുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് essay ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണതിൽ. ഏറ്റവും കൂടുതൽ 3 പാർട്ടിലും ചോദ്യങ്ങൾ വരാറുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന 5 മൊഡ്യൂളിൽ essay റിപ്പീറ്റായിട്ട് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ചാപ്റ്റർ നമ്പർ 5 അസസ്മെൻറ്റ് ഓഫ് കമ്പനീസിൽ നിന്നാണ്. നമുക്ക് നിർബന്ധമായും ഒരു essay പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 2 വെയിറ്റേജ് 3 വെയിറ്റേജ് അതുപോലെ തന്നെ 5 വെയിറ്റേജ് 3 പാർട്ടിലും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ദെൻ പിന്നെ മൊഡ്യൂൾ നമ്പർ 6 കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻസ്.
മറ്റൊരു എസ് വരുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 5 and 6 എസ് കമ്പൽസറി ആണ്. 3 പാർട്ടിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ള മൊഡ്യൂളിൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതുമായിട്ടുള്ള 2 മൊഡ്യൂൾസ് ആണ് മൊഡ്യൂൾ നമ്പർ 5 and 6. ദെൻ 7ൽ നിന്ന് തിയറി ചോദ്യങ്ങളാണ് വരാറ്. 4 എസ് ഉള്ളത് കൊണ്ട് തന്നെ 2 എസ് ചാപ്റ്റർ നമ്പർ 5 and 6ൽ നിന്ന് വരാറുണ്ട്. പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ ചാപ്റ്റർ നമ്പർ 7ൽ നിന്ന് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ഇടാറുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം കൂടിയും നമുക്ക് വേണം, അത് അസസ്മെന്റ് ഓഫ് ഫേമിൽ നിന്ന് വരാറുള്ളതാണ്. മിക്കതും അങ്ങനെയാണ് കണ്ടുവരാറ്. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പനിയിൽ നിന്ന് തന്നെ 2 എസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 4 എസ് ഒരു തിയറിയും 3 പ്രോബ്ലംസും ആണ് നമുക്ക് എസ് വരാറ്. അത്യാവശ്യം നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള. ഞാൻ തേർഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉള്ള പേപ്പേഴ്സിൽ ഏറ്റവും കുറച്ച് കട്ടിയുള്ള സബ്ജക്റ്റ് ഇൻകം ടാക്സ് തന്നെയാണ്. ഓക്കെ, ദെൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം? ഇവിടെ നമുക്ക് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആദ്യത്തെ മൊഡ്യൂൾസിൽ നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് ഓഫ് ഫോമിൽ എസ് ഇടാറുണ്ട് ഞാൻ പറഞ്ഞു, ബട്ട് 2 വർഷം കൂടുമ്പോഴാണ് കാണാറ്. ബട്ട് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ കമ്പൽസറി ആയിട്ട് പ്രതീക്ഷിക്കാം. ദെൻ AOPയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ട്രസ്റ്റിൽ നിന്നൊക്കെ 3 വെയിറ്റേജ് ചോദ്യങ്ങളും 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഫേമിൽ നിന്ന് 3 പാർട്ടിലത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാലും 2 and 3 ആണ് കമ്പൽസറി. ദെൻ AOP ബോഡി ഓഫ് ഇൻഡിവിജ്വൽ സൊസൈറ്റി ട്രസ്റ്റിൽ നിന്നൊക്കെ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ കണ്ടുവരാറ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ മാർക്സ് അലോക്കേഷൻ. പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക, എന്നാലും ഇനി കാര്യമുള്ളൂ. ഇവിടെ ഒരു ഓർഡറിൽ പോവല്ലേ, നമ്മൾ ഇൻഡിവിജ്വൽ കഴിഞ്ഞു ചീഫ് കഴിഞ്ഞു അങ്ങനെ തന്നെ പഠിച്ചു പോവുക. അതല്ലാണ്ട് നമുക്ക് മറ്റ് പേപ്പറിൻ്റെ പോലെ നമുക്ക് ഇവിടെ പോകാൻ സാധിക്കില്ല. ടാക്സ് നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയിരിക്കുന്നത് കറക്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ വരുന്നത് അസസ്മെന്റ് ഓഫ് ഫേം ആണ്. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ കമ്പൽസറി ആയിട്ട് പ്രതീക്ഷിക്കാം. ദെൻ എസ് 2 വർഷം കൂടുമ്പോഴാണ് വരാറുണ്ട്. 2021 പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ തിയറി ആയിട്ട് വരുന്ന 1-2 ചോദ്യങ്ങളിലോട്ട് പോകാം. സോ അസസ്മെന്റ് ഓഫ് ഫേം ആണ്. ഇതിൽ പാർട്ട്ണർഷിപ്പ് ഫേം അസസ്ഡ് സച്ച് ആസ് സെക്ഷൻ 184 എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 184 നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും അതുപോലെ തന്നെ 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും കണ്ടുവരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. 184 റിലേറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ടാക്സ് ഇൻസിഡൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം അതും ചോദിച്ചിട്ടുണ്ട് തിയറി. അപ്പോൾ 184 റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ടാക്സ് ഇൻസിഡൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ഇതൊക്കെ തിയറി ആയിട്ട് വരാറുള്ളതാണ്. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോണേക്കാൾ മുമ്പ് ഡിഡക്ഷൻസ്, റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ ആ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ ആ തിയറി ഒക്കെ ഉണ്ട്. ബുക്ക് പ്രോഫിറ്റ് വെച്ച് ആ കാൽക്കുലേഷൻ, ആ ഒരു സംഭവം നമ്മുടെ അടുത്ത് തിയറി ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ 2 വെയിറ്റേജിൻ്റെയിലും അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെയിലും ഞാൻ ഈ പറഞ്ഞ ഫേമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ തിയറി, ഇതൊക്കെ തിയറി, വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ തിയറി അതുപോലെ തന്നെ 184 തിയറി വന്നിട്ടുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലിമിറ്റും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് പ്രോബ്ലമാണ്. അത് പാർട്ട് ബിയിൽ 3 വെയിറ്റേജ് ആയിട്ടും പാർട്ട് സിയിൽ എസ്സേക്കും വരാറുള്ളതാണ്. ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും വരാം, ടാക്സ് ലൈബിലിറ്റി കാണാനുള്ളതും വരാം. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. റിപ്പീറ്റ് ആയിട്ടുള്ളതാണ്. പാർട്ട് ബിയിലെ എസ്സേക്ക് 2 വർഷം കൂടുമ്പോൾ വരാറുണ്ട്. ഇനി ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താണ്? 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. AMT എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ് വരാറുണ്ട്. അതുപോലെ തന്നെ LLP എന്താണ്? ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്.
അതിൻ്റെ എന്താണ് ടാക്സേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, LLPനെ പറ്റിയിട്ടുള്ളത്, അസസ്മെൻറ്റ് ഓഫ് LLP നമുക്ക് തിയറി ആയിട്ട് 2 വെയിറ്റേജിൻ്റെ കണ്ടിട്ടുണ്ട്. നോക്കി വയ്ക്കാം. എന്താണ് LLPയുടെ അസസ്മെൻറ്റ് തിയറി ആയിട്ട് വരാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇത് ഞാൻ പറഞ്ഞു ഫേമിൻ്റെ ഒരു പ്രോബ്ലം പാർട്ട് ബിയിലും പാർട്ട് സിയിലും വരാറുള്ളതാണ്. പാർട്ട് ബിയിൽ കമ്പൽസറി ആയിട്ട് വരാറുണ്ട്. പാർട്ട് സിയിൽ 2 വർഷം കൂടുമ്പോഴാണ് എസ് ഇട്ടാൽ ഇട്ടു എന്ന് പറയാം. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണാറ്. പറഞ്ഞ തിയറി ചോദ്യങ്ങളൊക്കെ നോക്കുക. ഫേം അതിൽ 184 സെക്ഷൻ, പിന്നെ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോഴുള്ള ബുക്ക് പ്രോഫിറ്റ്, റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ അല്ല അതിൻ്റെ തിയറി പഠിക്കണം, ആ ബുക്ക് പ്രോഫിറ്റിൻ്റെ പഠിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോ പഠിച്ചാലാണ്, ഈ കാര്യങ്ങൾ പഠിച്ചാലല്ലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അത് തിയറി ആയിട്ട് വരാറുണ്ട്. AMT പഠിക്കണം, LLPയുടെ തിയറി നോക്കണം, പിന്നെ പാർട്ട് ബിയിലെ പ്രോബ്ലം വരാറുണ്ട്, പാർട്ട് സിയിലെ essay 2 വർഷം കൂടുമ്പോഴും വരാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 1. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2, അസസ്മെൻറ്റ് ഓഫ് AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് മാത്രമാണ് ഇതിൽ വരാറ്, അതല്ലാണ്ട് വരാറില്ല. സോ അതിൽ AOPനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ബേസിക് തിയറി നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ ഇതിൻ്റെ ടാക്സ് പ്ലാനിങ് എന്തൊക്കെയാണെന്നുള്ളത് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് പിന്നെ വരാറ്. പാർട്ട് ബി ഇതിൻ്റെ ടാക്സ് ലൈബിലിറ്റി കാണാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം ആണ് 3 വെയിറ്റേജിൻ്റെ കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറ്. എന്താണ് AOPയുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. അതാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജിൻ്റെ. തിയറി ആയിട്ട് ഇപ്പോൾ AOP എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. പിന്നെ അതിൽ അസസ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് AOP എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്, സെക്ഷൻ 177. അതൊന്നും നോക്കിക്കോ, ചിലപ്പോൾ 2 വെയിറ്റേജിന് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഡിസൊല്യൂഷൻ. അപ്പോൾ ബാക്കി മിക്ക കേസിലും 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ആണ് AOPയിൽ നിന്ന് വരാറ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ മുഴുവൻ പഠിക്കണം. ദെൻ അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും 2 ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ്. 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P, സൊസൈറ്റിയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് 80P, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ തിയറി ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 80P ഡിഡക്ഷൻ അത് തിയറി ആയിട്ടും, പിന്നെ ഇതിൻ്റെ ടാക്സ് ലൈബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാർട്ട് ബിയിൽ ഒരു ചോദ്യവും ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ പറയുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും. അത് ലാസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ഇവിടെ എന്താണ് നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് 2 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ സൊസൈറ്റിയോ ട്രസ്റ്റോ ഇതിൻ്റെയൊക്കെ ടാക്സ് പ്ലാനിങ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം ആണ് പ്രതീക്ഷിക്കുന്നത് മെയിനായിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്. ഇതിൽ നിന്ന് തിയറി പലപ്പോഴും വരാറുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ്, പ്രൈവറ്റ് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ്. അതിന് ആ തിയറി 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്. എന്താണ് ട്രസ്റ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ്, പ്രൈവറ്റ് അതുപോലെ തന്നെ പബ്ലിക് ട്രസ്റ്റ്, അതൊരു തിയറി വരാറുണ്ട്. പിന്നെ പാർട്ട് ബിയിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം, അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ്, ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാറ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് ഫേം, അതുപോലെ തന്നെ AOP, ദെൻ AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ ഈ പറയുന്ന ട്രസ്റ്റ്. ഈ 4 ചാപ്റ്ററിൽ നിന്ന് മിനിമം 2 എണ്ണം, ചിലപ്പോൾ 3 എണ്ണം വരെ നമുക്ക് 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം ആയിട്ട് പ്രതീക്ഷിക്കാം. മിനിമം 2, ഈ 4 എണ്ണത്തിൽ നിന്ന് മാക്സിമം 3 എണ്ണം വരെ മാറി മാറി വരാറുള്ളതാണ്. കൂടുതൽ വരാറ് ഈ 4 ടോപ്പിക്കിൽ നിന്ന് 2 എണ്ണവും കമ്പനിയിൽ നിന്ന് ഒരെണ്ണമാണ് പ്രോബ്ലം ആയിട്ട് 3 വെയിറ്റേജിൻ്റെ വരാറ്. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. ഫേമിൽ നിന്ന് മാത്രം ഒരു essay വരാറുണ്ട്, അത് 2 വർഷം കൂടുമ്പോഴാണ് വരാറ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essayക്ക് കമ്പൽസറി, പാർട്ട് ബിയിൽ കമ്പൽസറി പ്രോബ്ലം, 2 വെയിറ്റേജ് തിയറി. ഓക്കെ, സോ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അസസ്മെൻറ്റ് ഓഫ് കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനി ഉണ്ട്. ദെൻ ഇവിടെ തിയറി ആയിട്ട് നമ്മുടെ അടുത്ത്
ചോദിക്കാറുള്ളതാണ്. കമ്പനീസിൽ തന്നെ ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി എന്നുള്ളത് തിയറി വരാറുണ്ട്, നോക്കിയിരിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കമ്പനി ഡിഫറെൻറ്റ് ടൈപ്സ് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളത്. പിന്നെ നമുക്ക് ഡിഡക്ഷൻസ് ആണ് അവിടെ കാണാൻ സാധിക്കുക, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം എസ്എക്ക് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി. ദെൻ പാർട്ട് ബിയിലും പ്രോബ്ലം ഇടാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയുടെ പ്രോബ്ലം കമ്പൽസറി ആണ്. അതിൽ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസിൽ പ്രോബ്ലം ആയിട്ട് വരുന്ന സമയത്ത് 115BA അതിനെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. 115BA പ്രോബ്ലം വരുന്ന സമയത്ത് ആ ഒരു കാര്യം എടുത്ത് ചോദിക്കാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 5 ആണ്. കമ്പനീസിൻ്റെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് തിയറിക്ക് ഞാൻ പറഞ്ഞു നോക്കണം എന്നുള്ളത്. പ്രോബ്ലത്തിൽ പാർട്ട് ബിയിൽ ടാക്സ് എന്താണ് പ്രോബ്ലം ഒരെണ്ണം മിക്കതും ഉണ്ടാവും, ടാക്സബിൾ ഇൻകം കമ്പനിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എസ്എക്ക് കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ സെക്ഷൻ 115BA BAA അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പലപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. ഇനി ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, മാറ്റ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ്. അത് എന്താണ്, അതിൻ്റെ പ്രൊവിഷൻസ് തിയറി ആയിട്ട് 2 വെയിറ്റേജിൻ്റെയിലും 3 വെയിറ്റേജിൻ്റെയിലും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കമ്പനിയുടെ 115JB പ്രോബ്ലം വരാറുള്ളതാണ്. മാറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ തിയറി ചോദിക്കും, മാറ്റിൻ്റെ പ്രൊവിഷൻസ്, പിന്നെ പ്രോബ്ലവും വരാറുണ്ട് കേട്ടോ. ഈ മാറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 115 അതിനെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലം വരാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. ഇനി നെക്സ്റ്റ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്താണ്, അത് തിയറി വരാറുണ്ട്. അതിൻ്റെ പ്രോബ്ലംസും തിയറി ഒരു പ്രാവശ്യം കൂടെ വന്നുണ്ട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിൻ്റെ. പിന്നെ പ്രോബ്ലം തന്നെയാണ്, നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ദെൻ അതിന് ശേഷം ഈ ഒരു ചാപ്റ്ററിൽ 2 പാർട്ടിലുള്ള പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു. JBനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം നമുക്ക് 3 വെയിറ്റേജിനിൽ വരുന്നു ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ ടോണേജ് ടാക്സേഷനെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഉള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ടോണേജ് ടാക്സ്. അത് 2 വെയിറ്റേജിനും ചോദിക്കാറുണ്ട്. പ്രോബ്ലം ചില സമയത്ത് 3 വെയിറ്റേജിനും വരാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടോണേജ് ടാക്സ് എന്താണ് തിയറി വരും, ടോണേജ് ടാക്സ് അതിനെപ്പറ്റിയുള്ള തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലം രണ്ടും നോക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആണ്. ടോണേജിനെ റിലേറ്റ് ചെയ്തുള്ള ടോണേജ് ടാക്സിനെ റിലേറ്റ് ചെയ്തുള്ള തിയറിയും പഠിക്കണം, അതിൻ്റെ പ്രോബ്ലം പഠിക്കണം. റിപ്പീറ്റ് ആണ്, 2 വെയിറ്റേജിനും 3 വെയിറ്റേജിനും മാറി മാറി വരാറുള്ളതാണ് തിയറിയും പ്രോബ്ലം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കമ്പനി. അപ്പോൾ കമ്പനീനെ പറ്റി പറയുകയാണെങ്കിൽ അതിലത്തെ ഈ ഉള്ള തിയറീസ് ആദ്യം പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി, പിന്നെ AMT, പിന്നെയുള്ള ടോപ്പിക്സിലുള്ള തിയറി കാര്യങ്ങൾ, പ്രോബ്ലം പാർട്ട് ബിയിൽ 115JB അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയോ ടോട്ടൽ ഇൻകം കമ്പനിയുടെ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം, SAക്ക് കമ്പൽസറി ടാക്സ് ലയബിലിറ്റി പ്രോബ്ലം, ടോണേജ് ടാക്സ് ടോണേജിൻ്റെ പ്രോബ്ലം, ഇതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇതൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 5. ഓക്കെ, 3 പാർട്ടിൽ വരുന്നു പറഞ്ഞു. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ നമ്പർ 6. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, അത്യാവശ്യം ടഫും കൂടിയാണ്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറൽ ഡിസിഷൻ. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് എന്താണ്, അതിൻ്റെ തിയറി നോക്കിയിരിക്കണം. ദെൻ ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തിയറി ആയിട്ട് SAക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നത്. ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ, ടാക്സ് പ്ലാനിങ് ഈസ് ഡിസൈറബിൾ ആൻഡ് ടാക്സ് ഇവേഷൻ ഈസ് ഒബ്ജക്ഷനബിൾ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറി ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിയറി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് വരാറുണ്ട്. ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, ടാക്സ് മാനേജ്മെൻറ്റ്, ടാക്സ് കൺസിഡറേഷൻസ്, ഇതിൽ നമുക്ക് ഒരുപാട് സബ് ടോപ്പിക്സുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ തിയറിക്ക് വരാറുള്ളതാണ് 3 വെയിറ്റേജിൻ്റെ. നമ്പർ 1 ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ ഡിസിഷൻ തിയറിക്ക് വരാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. ദെൻ അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസും ഉണ്ട്, അത് നോക്കണം.
ദെൻ ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൺ ഓർ ലീസ്, ഇത് വരാറുണ്ട്. ഈ ഉള്ള ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്, അത് മാറി മാറി വരാറുള്ളതാണ്. അതൊരു ടോപ്പിക്, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസിൻ്റെ ഇതിൽ നിന്നൊരു പ്രോബ്ലം എസ് ആയിട്ടും വരാറുണ്ട്, പാർട്ട് ബിയിലും വരാറുണ്ട്. എസ് എ കമ്പൽസറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റിപ്പയർ ഓർ റീപ്ലേസ്, എഗെയിൻ അതും തിയറി ആയിട്ട്. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ഞാൻ ഈ പറയുന്ന ഓരോരോ ബൈ ഓർ മേക്ക് ഓർ ബൈ, ദെൻ ഓൺ ഓർ ലീസ്, റിപ്പയർ ഓർ റീപ്ലേസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായും 3 വെയിറ്റേജിലും 2 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ 2 വെയിറ്റേജിലും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ 3ക്കും പ്രതീക്ഷിക്കാം. ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്, ഇതൊക്കെ നോക്കിയിരിക്കണം. ദെൻ പ്രോബ്ലം ആയിട്ടും ഇതിൽ നിന്ന് ഒരെണ്ണം എന്തായാലും എസ് എക്ക് വരാറുണ്ട്. എസ് എക്ക് ഒരു പ്രോബ്ലം കമ്പൽസറി ആയിട്ട് വരാറുള്ളതാണ്. പിന്നെ തിയറി അഗെയിൻ, അമാൽഗമേഷൻ എന്താണ്, അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ, പിന്നെ ഇതൊക്കെ 2 വെയിറ്റേജ് ആണ്. ഡീമർജർ എന്താണ്, അഗെയിൻ അതിൻ്റെ തിയറി റിപ്പീറ്റ് ആണ്. വലിച്ചു വാരി പഠിക്കേണ്ടത് ഇതൊക്കെ എന്താണ് എന്നുള്ളതും അതിൻ്റെ ടാക്സേഷൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കണ്ടേ. ഡീമർജർ, അമാൽഗമേഷനൊക്കെ റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള തിയറി ചോദ്യങ്ങളാണ്. പിന്നെ ഞാൻ അതിലുള്ള എന്താണ് പ്രോബ്ലംസ് നോക്കാൻ പറഞ്ഞു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ തിയറി, ബേസിക് തിയറി നോക്കി വയ്ക്കുക. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കണം. ദെൻ എഗെയിൻ തിയറി ചോദ്യമാണ് ഡിവിഡൻഡ് പോളിസി ആൻഡ് ടാക്സ് പ്ലാനിങ്, തിയറി ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഡീംഡ് ഡിവിഡൻഡ് എന്താണ്, എക്സ്ക്ലൂഷൻസ് ഫ്രം ഡീംഡ് ഡിവിഡൻഡ്, ഇതൊക്കെ തിയറി ആയിട്ട് വരാറുണ്ട്, നമുക്കിതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ദെൻ ടാക്സ് പ്ലാനിങ് ത്രൂ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, തിയറി ആയിട്ട് വന്നിട്ടുണ്ട്, 3 വെയിറ്റേജ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ, പിന്നെ നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ് ബോണസ് ഷെയറിൻ്റെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഈ പറഞ്ഞ തിയറി ടോപ്പിക്കുകളില്ലേ, ഇതൊക്കെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്ക് റിപ്പീറ്റാണ്. ഈ പറഞ്ഞതിലൊക്കെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റി ഇടണം. ഒരു 4 വർഷത്തെ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഈ പറഞ്ഞ ബൈ ഓർ മേക്ക് ഓർ ബൈ, ഓൺ ഓർ ലീസ്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, ഇതൊക്കെ വരാറുള്ളതാണ്. ഞാൻ പറഞ്ഞ തിയറി ടോപ്പിക്കുകൾ ഈ ബുക്കിൽ കണ്ടാൽ ഉള്ള ഇതൊക്കെ മാറി മാറി വരും, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. 3 പാർട്ടിലും ചോദ്യങ്ങളുണ്ട്. ഒരു എസ് എക്ക് ഒരെണ്ണം ഇതിൽ നിന്ന് നിർബന്ധമായും പ്രോബ്ലം പ്രതീക്ഷിക്കാം, പാർട്ട് ബിയിലും വരാറുണ്ട്. ഓക്കെ, 10ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ചാപ്റ്റർ നമ്പർ 5ഉം 6ഉം കട്ടയ്ക്ക് നിൽക്കുന്ന ടോപ്പിക്സുകളാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 6. നമുക്കധികം സ്കിപ്പ് ചെയ്യാനില്ല ഇതിൽ. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം അമാൽഗമേഷൻ, ഡീമർജർ, ഇതൊക്കെ, പിന്നെ ടാക്സ് പ്ലാനിങ് ബോണസ് ഷെയർ വലിച്ചു വാരി പഠിക്കേണ്ട. 2 വെയിറ്റേജിനാണ് വരാറ്, 3 വെയിറ്റേജിന് വരുമ്പോൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാം. മൂവിങ് ടു ലാസ്റ്റ് ചാപ്റ്റർ, ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്, തിയറിയാണ്. ഒരുപാട് തിയറി വരും. ടാക്സ് പ്ലാനിങ് എന്താണ്, ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഏതെങ്കിലും ഒരു പേഴ്സൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് പ്ലാനിങ്, അഡ്വാൻറ്റേജസ്, ദെൻ ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു എന്തെങ്കിലും ഒന്നിനെ പറ്റിയിട്ടുള്ള ചോദ്യം 2 വെയിറ്റേജ് 3 വെയിറ്റേജിലൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾറെഡി ഈ മേക്ക് ഓർ ബൈയുടെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞൊക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏരിയാസ് ഓഫ് ടാക്സ് പ്ലാനിങ് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ലൊക്കേഷൻ, നേച്ചർ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ ഉള്ള തിയറിയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ലൊക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം തിയറി ആയിട്ട്. നേച്ചർ ഓഫ് ബിസിനസ് വലിച്ചു വാരി പഠിക്കേണ്ടതൊക്കെ തിയറി വരാറുള്ളതാണ്. റിപ്പീറ്റ് ആയിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം, അങ്ങനെയാണ്. പിന്നെ തിയറി ആയിട്ട് ഇപ്പോൾ ലൊക്കേഷൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ്. അത് ഏറ്റവും കൂടുതൽ ഒരു 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. സർട്ടൺ ഏരിയാസ് പിന്നെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ അപ്പോൾ ആദ്യത്തെ ലൊക്കേഷനും നേച്ചർ ഓഫ് ബിസിനസ്സും നോക്കാം. പിന്നെ പല പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണത്തിനെയാണ് എക്സാമിന് വരാറ്. അത് ഓരോ ചാപ്റ്ററിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു നമുക്ക് കാണാൻ സാധിക്കും. ഫേം, സൊസൈറ്റി, അത് 2 വെയിറ്റേജിൻ്റെലാണ് കണ്ടുവരാറ്. വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓരോ അത് ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ അടിയിലും അത്
എങ്ങനെയാണെന്നുള്ളതിൻ്റെ തിയറി നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ പ്രോബ്ലംസ് ഇതിൽ എന്താ പറയുക, ഓരോ ഏരിയാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പാർട്ട് ബിയിൽ ചില സമയത്ത് മാത്രം വരാറുണ്ട്. റിപ്പീറ്റ് ആണോ ചോദിച്ചെങ്കിൽ റിപ്പീറ്റ് അല്ല. പിന്നെ ഇതിൽ തിയറിയാണ് ഇതിൽ നിന്ന് കൂടുതൽ വരാറ്. പ്രോബ്ലംസും ഉണ്ട്, പാർട്ട് ബിയിൽ പ്രോബ്ലംസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിസിഷൻസ് എടുക്കുന്ന സമയത്തുള്ള നമുക്ക് കാണുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ട് വിൽക്കുക, അങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ബിസിനസ് പാർട്ട് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രോബ്ലംസ് നമുക്കിതിലുണ്ട്. പിന്നെ തിയറി ആണെന്ന് ഞാൻ പറഞ്ഞു. സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് ഇൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ തിയറി 3 വെയിറ്റേജിൻ്റെ 2 വെയിറ്റേജിൻ്റെ ഒക്കെ വരാറുണ്ട്. 10AA സെക്ഷൻ 10AA നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൽ തിയറി ഏരിയാസ് ഉള്ളത് പരമാവധി കവർ ചെയ്യുക. അത് വലിച്ചു വരി പഠിക്കേണ്ട ഓരോ പേഴ്സൻ്റെയും ടാക്സ് പ്ലാനിങ്ങും അതാണ്. പിന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോണ്. പിന്നെ പ്രോബ്ലം വരുന്നത് കുറച്ചൊരു കുനിഷ്ഠ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. ബട്ട് നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്ക് ചാപ്റ്റർ നമ്പർ 5 and 6 ആണ് SCക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക. പിന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ ആദ്യത്തെ 4 ചാപ്റ്ററാണ്. SCക്കും 3 പാർട്ടിലും പ്രതീക്ഷിക്കുന്ന 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്റേഴ്സാണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തിയറി വരാറുണ്ട്. ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിയറി വരാറുണ്ട്. നിർബന്ധമായും പഠിക്കണം. ഓക്കെ, സോ ഇതാണ് 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയും കൂടി ഇപ്പോൾ പറയുന്നു. പാസ്സാകണമെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ സബ്ജക്റ്റിന് പാസ് മാർക്ക് കിട്ടണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഈ ചാപ്റ്റർ നമ്പർ 6 അത്യാവശ്യം പ്രശ്നക്കാരനാണ്. അപ്പോൾ എന്താണ്, ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല, നമുക്ക് കൈവളയിൽ കിട്ടും, ഒന്ന് ട്രൈ ചെയ്താൽ. അപ്പോൾ ഈ 4 ചാപ്റ്റർ പഠിച്ച 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് കുറേ കിട്ടും. ചാപ്റ്റർ നമ്പർ 5 കമ്പനി കൂടിയും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SAയും ചിലപ്പോൾ 2ഉം അങ്ങനെ സ്കോർ ചെയ്ത് അങ്ങനെ പഠിക്കാൻ പറ്റും. ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ്. ഇത് 4 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രത്തോളം ടൈം എടുക്കാണ്ട് തന്നെ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞ 3 വെയിറ്റേജിലത്തെ ചോദ്യങ്ങളാണ് പ്രോബ്ലംസ് ആയിട്ട് AOP, സൊസൈറ്റി, ട്രസ്റ്റ് എന്നൊക്കെ വരാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫേം, പിന്നെ കമ്പനി, ദെൻ ഈ ചാപ്റ്റർ നമ്പർ 6 ഇതിലേക്ക് 3ഉം ഫോക്കസ് ചെയ്താൽ ഇതാണ് ചങ്ക് മൊഡ്യൂൾസ്. ഫേം, ചാപ്റ്റർ നമ്പർ 5 കമ്പനി, പിന്നെ മാനേജർ ഇംപ്ലിക്ക്, ഇതാണ് ചങ്ക് മൊഡ്യൂൾസ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 70% അടുത്തൊക്കെ മിനിമം വേണമെങ്കിൽ ഇത് 3ഉം ഫോക്കസ് ചെയ്തിരിക്കണം. അതിനുശേഷം ബാക്കിലേക്ക് പോവാം. തിയറി, ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ഏതെങ്കിലും ഒരു പേഴ്സണൽ റിലേറ്റ് ചെയ്തുള്ള ടാക്സ് പ്ലാനിങ്, പിന്നെ അല്ലെങ്കിൽ ബിസിനസ് ഷെയർസിനെ പറ്റിയുള്ള മേക്ക് ഓർ ബൈ ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തിയറിക്ക് ഒരുപാട് പമ്പ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഇടാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി ഇട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇത് യൂസ്ഫുൾ ആവുക, ഞാൻ ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ സാധിക്കുന്നുള്ളതാണ്. വരും ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മളത് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പറിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയായിരിക്കും ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ ഒരു ദയാദാക്ഷിണ്യം സാധാരണ അവർ കാണിക്കാറില്ല, ഈസി പേപ്പർ ഉണ്ടാവാറില്ല. അതങ്ങനെയാണ്. നമ്മുടെ MCOMൻ്റെ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടാക്സ് ടഫസ്റ്റ് പേപ്പറിന് ഉണ്ടാറ്. നമ്മൾ എഫേർട്ട് എടുക്കുക, നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.